ഗതാഗത മന്ത്രി കെ ഗണേഷ് കുമാറിന്റെ ഭാര്യ വീട്ടിലെത്തിയപ്പോൾ മന്ത്രിയെ കണ്ടത് കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിലെന്ന റിപ്പോർട്ട്. ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഭാര്യ മൊബൈൽ ഫോണിൽ പകർത്താൻ ശ്രമിച്ചതിനെ തുടർന്ന് ഗണേഷ് കുമാറിന്റെ സഹായികൾ അവരെ തടഞ്ഞുവെച്ചെന്നും ആരോപണമുണ്ട്. തുടർന്ന് ചിത്രങ്ങളെടുത്ത മൊബൈൽ ഫോൺ പിടിച്ചെടുക്കാൻ ശ്രമമുണ്ടായി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗണേഷ് കുമാറിന്റെയും സഹായികളുടെയും പിടിയിൽപ്പെടാതെ രക്ഷപ്പെടാനായി പോലീസിന്റെ സഹായം തേടിയെങ്കിലും ലഭിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഇതേ സംബന്ധിച്ച് ഗണേഷ് കുമാറിന്റെ ഭാര്യ ഇതുവരെയും പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. വാളകത്തെ കുടുംബ വീട്ടിൽ മുന്നറിയിപ്പില്ലാതെ എത്തിയ ഭാര്യ ഗണേഷിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കാണുകയായിരുന്നു. മുൻ DGP R ശ്രീലേഖയുടെ ഭർത്താവിന്റെ സഹോദരിയാണ് ഗണേഷ് കുമാറിന്റെ ഭാര്യ. ഇവർ ഉടൻ തന്നെ R ശ്രീലേഖയെ ഫോണിൽ ബന്ധപ്പെട്ടു. നടന്ന കാര്യങ്ങളെക്കുറിച്ച് ശ്രീലേഖയെ ധരിപ്പിച്ചപ്പോൾ സുരക്ഷയ്ക്കായി സർക്കാർ ഏർപ്പെടുത്തിയ 112 ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് സഹായം തേടാനാണ് ശ്രീലേഖ ഉപദേശിച്ചത്. ശ്രീലേഖയുടെ നിർദ്ദേശമനുസരിച്ച് തിരുവനന്തപുരത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ കൈകാര്യം ചെയ്യുന്ന 112 നമ്പറിൽ ബന്ധപ്പെട്ട ഭാര്യ താൻ ആരാണെന്നും കാര്യത്തിന്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ചും പോലീസിനെ അറിയിച്ചു. താമസിയാതെ സ്ഥലത്തെത്തിയ പോലീസ് സംഭവത്തിൽ ഇടപെടാതെ പിൻവാങ്ങുകയായിരുന്നുവെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വീട്ടിൽ തിരിച്ചു കയറിയ ഇവർ വീണ്ടും ഗണേഷ് കുമാറിന്റെ ഫോട്ടോകൾ എടുത്തു. ഭാര്യയിൽ നിന്ന് മൊബൈൽ കൈക്കലാക്കാൻ സഹായികളായ പ്രദീപിനോടും ശാന്തനോടും നിർദ്ദേശം നൽകിയാണ് മന്ത്രി ചെയ്തതെന്നാണ് ആരോപണം. ഇതനുസരിച്ച് വാതിൽ കുറ്റിയിട്ട് സഹായികൾ ഇവരിൽ നിന്ന് മൊബൈൽ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചെങ്കിലും ഇവർ വിട്ടുകൊടുത്തില്ല. ഇതിനിടയിൽ പോലീസിന്റെ സഹായത്തിനായി ഉച്ചത്തിൽ കരഞ്ഞപേക്ഷിച്ചു. പിടിവലികൾക്കിടയിൽ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ ഭാര്യ പുറത്ത് പോലീസ് സംഘത്തെ കാണാതിരുന്നതിനാൽ താൻ വന്ന ടാക്സി കാറിൽ തിരിച്ചു പോവുകയായിരുന്നു. അതേസമയം ഇതു സംബന്ധിച്ച വാർത്തകളോട് പ്രതികരിക്കാൻ ഗണേഷ് കുമാറിന്റെ ഭാര്യ തയ്യാറായില്ല. എന്നാൽ മുൻ DGP R ശ്രീലേഖ ഇക്കാര്യം മാധ്യമപ്രവർത്തകരോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ മന്ത്രി ഗണേഷ് കുമാറിന്റെ ഭാര്യ വിളിച്ചതായും കാര്യങ്ങൾ കേട്ടപ്പോൾ ഉടൻ തന്നെ 112 നമ്പറിൽ വിളിക്കാനാണ് താൻ പറഞ്ഞതെന്നും ശ്രീലേഖ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കൗൺസിലർ എന്ന നിലയ്ക്കോ BJP നേതാവ് എന്ന നിലയ്ക്കോ അല്ല ഇക്കാര്യത്തിൽ ഇടപെട്ടതെന്നാണ് ശ്രീലേഖയുടെ വിശദീകരണം. ഭർത്താവിന്റെ സഹോദരി എന്ന നിലയ്ക്കാണ് താൻ ഗണേഷിന്റെ ഭാര്യയോട് സംസാരിച്ചതെന്നും ശ്രീലേഖ വ്യക്തമാക്കുന്നു.